Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് മുട്ടയൊന്നും ചേർക്കാതെ ഗോതമ്പ് പൊടി വെച്ച് ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. മൈദ ചേർക്കാതെ നല്ല ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി 1 കപ്പ് ഗോതമ്പ് പൊടി, കൊക്കോ പൗഡർ 2 ടേബിൾ സ്പൂൺ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, പാല്, എണ്ണ, വാനില എസൻസ്. ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് 1 കപ്പ് ഗോതമ്പ് പൊടി, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ. അതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അളവിൽ ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ എന്ത് പൊടികളാണെങ്കിലും കറക്റ്റ് അളവിൽ എടുക്കാൻ പറ്റും. ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. പൊടികൾ അരിച്ചെടുത്തത് മാറ്റി വെക്കുക. വലിയൊരു ബൗളിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്ത് നന്നായിട്ട് ഒരു വിസ്കും കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതുപോലത്തെ വിസ്കോ ബീറ്ററോ ഒന്നും ഇല്ലെങ്കിൽ നല്ലൊരു ഫോർക്ക് കൊണ്ടാണെങ്കിലും നന്നായിട്ട് അടിച്ചെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യുക, 1 ടേബിൾ സ്പൂൺ വിനാഗിരി, വൈറ്റ് വിനീഗർ ആഡ് ചെയ്യുക. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ മിക്സ് ചെയ്ത വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ഡ്രൈ പൗഡേഴ്സ് നമ്മൾ അരിച്ചു വച്ചിരിക്കുന്നത് കുറച്ച് വീതം ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് പാല് 1/4 കപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് കുറച്ച് വീതം ആഡ് ചെയ്ത് പൊടികളും ചേർത്ത് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. നല്ല ലൂസാക്കി എടുക്കണം. ഒരുപാട് പാലൊഴിച്ച് കൂട്ടി വെള്ളം പോലെ ആക്കരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കണം. ഈ സമയത്ത് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാം. റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു സ്പാറ്റില, ഇതുപോലത്തെ ഒരു സ്പാറ്റില വെച്ചിട്ട് അല്ലെങ്കിൽ നല്ല തടിയുടെ സ്പൂൺ വെച്ചിട്ട് കേക്ക് ബാറ്റർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നല്ല റിബൺ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ. ഇത് 9 ഇഞ്ചിൻ്റെ കേക്ക് പാനാണ്. 6 ഇഞ്ച്, 7 ഇഞ്ച് നിങ്ങളുടെ കയ്യിൽ ഏതാണോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ലാസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് 350 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് കുത്തി നോക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് വരണം. കേക്ക് ബോർഡിലേക്ക് ആ കേക്ക് മാറ്റിയിട്ടുണ്ട്. കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്ത് ഒരു അലുമിനിയം ഫോയിൽ വെച്ച് ഇതുപോലത്തെ കേക്ക് ബോർഡ്സൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനതിന് ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്യുകയാണ്. കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്യാൻ. ഇതിനു വേണ്ടി ഞാൻ 1/2 കപ്പ് ചോക്ലേറ്റ് ചിപ്സാണ് എടുത്തിരിക്കുന്നത്. അത് മൈക്രോവേവിൽ ഒരു 1 മിനിറ്റ് ഒന്ന് ചൂടാക്കി എന്നിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് ഇളക്കിയെടുക്കണം. അതിലേക്ക് നല്ല തിളച്ച പാല് ഓരോ ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ബട്ടർ ഉണ്ടെങ്കിൽ കുറച്ച് ബട്ടറും കൂടെ ആഡ് ചെയ്യാം. ഞാൻ ബട്ടർ ആഡ് ചെയ്തിട്ടില്ല. അല്ലാതെ തന്നെ നല്ല ഷൈനിങ് ഗനാഷ് കിട്ടിയിട്ടുണ്ട്. അത് തണുത്ത കേക്കിൻ്റെ മുകളിലേക്ക് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഈവൻ ആയിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യണം. ഇത് നിങ്ങൾക്ക് വീട്ടിലുള്ള സ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ബട്ടർ നൈഫ് വെച്ചിട്ടൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ മിനിമം ടൂൾസ് വെച്ച് എങ്ങനെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാം എന്നുള്ളത് കാണിച്ചു തരുവാണ്. സൈഡ്സിലൊക്കെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ ഡെക്കറേഷൻസ് ഗനാഷൊക്കെ ആഡ് ചെയ്യാൻ കേക്ക് ഡെക്കറേറ്റിംഗ് ടൂൾസ് ഒന്നും വേണ്ട. നമ്മുടെ സ്പൂൺ വെച്ചിട്ട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ആ സൈഡെല്ലാം ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടെല്ലാം ക്ലീൻ ആക്കുക. എല്ലാം വൈപ്പ് ചെയ്തെടുക്കുക. എക്സസ് ആയിട്ട് കിടക്കുന്ന ചോക്ലേറ്റ് എല്ലാം വൈപ്പ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒരു ടേണിംഗ് ടേബിൾ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അല്ലെങ്കിൽ ഒരു വലിയൊരു പാത്രത്തിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് പതുക്കെ പതുക്കെ കറക്കി കൊടുത്താൽ മതി. നന്നായിട്ട് വൈപ്പ് ചെയ്ത് ക്ലീൻ ആക്കണം. ലാസ്റ്റ് ഒരു എക്സ്ട്രാ ഡെക്കറേഷനായിട്ട് സ്പ്രിങ്കിൾസ് അല്ലെങ്കിൽ ഇതുപോലത്തെ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഗനാഷിലേക്ക് ഇങ്ങനെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കുന്ന പോലെയാണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് ചോക്ലേറ്റ് വീറ്റ് കേക്ക്, ഗോതമ്പ് പൊടി വെച്ച് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള കേക്ക്സ് ഉണ്ടാക്കിയെടുക്കാം. ബർത്ത്ഡേസിനും ആനിവേഴ്സറിക്കും ഒക്കെ ഇതുപോലത്തെ കേക്ക്സ് ഉണ്ടാക്കാം, മൈദ ഇഷ്ടമില്ലാത്തവർക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.